ആദ്യത്തെ 10 മിനിറ്റ് തന്നെ സെക്കൻഡ് ഹാഫ് വരേണ്ട സീനുകളൊക്കെ 10 മിനിറ്റ് തന്നെ വന്നായിരുന്നു. അപ്പോൾ എന്താണ് പടം എന്നുള്ളൊരു ഇതായിരുന്നു. ട്രെയിലറിനപ്പോൾ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു, പക്ഷേ സിനിമ കണ്ടപ്പോൾ നല്ല മനസ്സിലായി. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഫുള്ളും അത് കയ്യിലെടുത്തത് ശരത് കുമാറാണ്. ഡ്രാഗൺ ബേസ് തന്നെയാണ് പോകുന്നത്, പക്ഷേ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് നല്ല എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റും. പ്രേമലുവിൽ വന്നിട്ട് കുറച്ചുകൂടെ എന്താ പറയുക, ആ റോം കോം ഇത് കുറച്ച് എമോഷണൽ സൈഡാണ്. കൊള്ളാം, പ്രദീപിൻ്റെ അടിപൊളി വേഷങ്ങൾ കൊള്ളാം, നല്ല അടിപൊളി. ഒരു ഡ്രാഗൺ വൈബ് തന്നെ. ഡ്രാഗൺ വൈബ് തന്നെ, ഫൈറ്റ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫിൽ അത്ര പഞ്ച് തോന്നില്ല, പക്ഷേ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ അടിപൊളി. പ്രതിഭ സൂപ്പർ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയാണ്. മമിതയായിട്ടുള്ള കോംബോ എങ്ങനെയുണ്ട്? രണ്ടുപേരും ആക്ടിങ് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് എൻജോയ് ചെയ്തു, സെക്കൻഡ് ഹാഫ് കുറച്ചൊരു പഞ്ച് കുറഞ്ഞല്ലോ തോന്നി, പക്ഷേ എന്നാലും കൊള്ളാം, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട് മൂവി? കൊള്ളാം ആക്ച്വലി, നല്ല സിനിമ. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ല സിനിമയായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു, പക്ഷേ സിനിമ കണ്ടപ്പോൾ നല്ല മനസ്സിലായി. എടുത്ത് പറയണോ, സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട നമ്മുടെ പി ആറാണ് ഇഷ്ടപ്പെട്ടത്. നമിത കാലം കുറച്ചും കൂടെ എനിക്ക് പി ആറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആ സിനിമയുടെ എലവേറ്റ് ചെയ്യുന്ന മ്യൂസിക് ഉണ്ടല്ലോ, മ്യൂസിക് പറയാതിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ലൈക്ക് സിനിമ തീരുന്ന വരെ സായുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, പൊളിയാണ്. എല്ലാം ഒരു മറ്റേ ഊരുമ്പിള്ളേറ്റിൻ്റെ പാട്ട് തന്നെ കുറേ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ മിക്കവാറും ഒന്നും കൂടെ കാണും. നല്ല സിനിമ ഇഷ്ടമാണ്. താങ്ക് യു. ബ്രോ, എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? അടിപൊളി പടമാണ്, നല്ല പടമാണ്, എങ്ങനെയുണ്ട്? പ്രദീപ് രംഗനാഥനും മമിതയായിട്ടുള്ള കോംബോ നല്ല കോംബോയാണ്, ഒരു അടിപൊളിയാണ്, സെറ്റാണ്, മ്യൂസിക് അടിപൊളിയാണ്. ലവ് ടുഡേ, ഡ്രാഗൺ, ഈ പടം ഇത് കൺഫേം ബ്ലോക്ക് ബസ്റ്ററാണ്. കാരണം നമ്മൾ ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. നമ്മൾ ആദ്യത്തെ 10 മിനിറ്റ് തന്നെ സെക്കൻഡ് ഹാഫ് വരേണ്ട സീനുകളൊക്കെ 10 മിനിറ്റ് തന്നെ വന്നായിരുന്നു. അപ്പോൾ എന്താണ് പടം എന്നുള്ളൊരു ഇതായിരുന്നു. പടം ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പടത്തിൻ്റെ ക്ലൈമാക്സ് ഫുൾ എമോഷൻസാണ്. എന്തായാലും പുള്ളിയുടെ ഹാർട്ട് ട്രാക്ക് വിജയമാണ്. നല്ല പേരാണ് അവർ തമ്മിൽ. പുള്ളി ഇതുവരെ ചെയ്ത ഇത് മൂന്നാമത്തെ പടം. ബാക്കി 2 പേരിനും കാട്ടി ഇവർ 2 പേര് നല്ല അടിപൊളി. ഇനിയും ഈ പേരിൽ പടങ്ങൾ വരാൻ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല ഒരു കെമിസ്ട്രി 2 പേർക്ക് തമ്മിലുണ്ട്. അത് പുള്ളിയുടെ ഇത് 2ാമത്തെ പടമാണ്. പുള്ളി നല്ല രീതിക്കാണ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി ഡ്രാഗണിനെ അപേക്ഷിച്ച് ഇതിലെ മറ്റേ ഫസ്റ്റ് പാട്ട് അത് മാത്രം നല്ല ബ്രാൻഡ് മ്യൂസിക് അല്ല, പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ആണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. ശരത് കുമാറിൻ്റെ ആക്ടിംഗ് ആണ്. പുള്ളിയുടെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. പുള്ളി ഫസ്റ്റ് ഹാഫ് ഫുള്ള് പുള്ളിയുടെ കയ്യിലായിരുന്നു. സെക്കൻഡ് ഹാഫ് പുള്ളി പ്രദീപും എമോഷൻസ് ചെയ്താണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഫുള്ളും അത് കയ്യിലെടുത്തത് ശരത് കുമാറാണ്. അടിപൊളി ക്യാരക്ടറാണ് ശരത് കുമാറിന് അതിൽ കിട്ടിയിട്ടുള്ളത്. മമിതയുടെ ഒരു ആക്ടിങ് കണ്ടിട്ട് തമിഴകത്തും ഒരു പക്ഷേ പുള്ളിയുടെ മലയാള ആക്ടിങ് ആയിട്ട് നല്ല മാറിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട അമിതാഭ് ബച്ചൻ്റെ പടങ്ങൾ പോലെയല്ല, നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. അതിനെയും കാട്ടി നല്ല അഭിനയമാണ്. മീൻസ് നല്ലൊരു സീരിയസ് റോളൊക്കെ അടിപൊളിയായിട്ട് പുള്ളിക്ക് ചേരുന്നുണ്ട്. എന്തായാലും നല്ല കണക്ട് ആവുന്നുണ്ട് എമോഷൻസ്. അമിതാഭ് ബച്ചന് നല്ലൊരു ഇതുണ്ട്, ഭാവിയുണ്ട്. കാരണം പുള്ളി അവിടെ അഭിനയം കിടിലായിരുന്നു. കൺഫേം 3ാമത്തെ ബ്ലോക്ക് ബസ്റ്റർ പ്രദീപിൻ്റെ. ഡ്രാഗനേക്കാൾ എനിക്ക് പേഴ്സണലി ഡ്രാഗനേക്കാൾ ഒരു പടി മേളിലാണ് പടം. അതും എടുത്തു തന്നെ പറഞ്ഞു. കാരണം പുള്ളി തമിഴിൽ പോയിട്ട് മലയാളത്തെയും കാട്ടിക്കില്ല. പ്രേമലുവിന് ശേഷം കിട്ടിയ ഒരു പടം മമിതയുടെ. കോംബോ എല്ലാം അടിപൊളി, മ്യൂസിക് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ആക്ഷൻ ക്ലൈമാക്സിലും കുറച്ച് ഫൈറ്റ് അധികം കാണും. പക്ഷേ സിനിമ കണ്ടാലും നിങ്ങൾക്ക് അത് തോന്നുള്ളൂ. കാരണം എല്ലാവരും കണ്ടിരിക്കാൻ പടം കിടിലം പടം. പടം കൊള്ളായിരുന്നു. ഡ്രാഗൺ ബേസ് തന്നെയാണ് പോകുന്നത്, പക്ഷേ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് നല്ല എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റും. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊള്ളാം. പ്രദീപ് രംഗനാഥനും മമിതയായിട്ടുള്ള കോംബോ എങ്ങനെയുണ്ട്? അത് കൊള്ളാം, വർക്കായിട്ടുണ്ട്. ബാക്കി കണ്ടു തന്നെ മനസ്സിലാക്കുക. സായി അഭ്യങ്കറിന്റെ മ്യൂസിക് എങ്ങനെയുണ്ട്? മ്യൂസിക് കൊള്ളാം, പക്ഷേ നല്ല ടോപ്പ് നോച്ചാണ്. പക്ഷേ സൗണ്ട് കൊള്ളാം, കുഴപ്പമില്ല, ടോപ്പ് നോച്ചാണ്. എന്താ പറയുക, ഒരു ഫുൾ എൻ്റർടൈൻമെൻറ്റ് പടം. പ്രദീപ് രംഗനാഥിൻ്റെ കഴിഞ്ഞ പടങ്ങളെ പോലെ തന്നെ കോൺസെപ്റ്റ് വ്യത്യാസം എന്നേ ഉള്ളൂ. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല ചിരിയുണ്ട്. ഇവിടെ ഓഡിയൻസ് ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. എങ്ങനെയുണ്ട് പ്രദീപും മമിതയായിട്ടുള്ള കോംബോ? ഉള്ളായിരുന്നു. നമ്മൾ ട്രെയിലറിൽ കാണാൻ പോലെ നമ്മൾ അങ്ങനത്തെ അല്ലേ, ഇത് ട്വിസ്റ്റ് ഉണ്ട്, പരിപാടി ട്വിസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല കെമിസ്ട്രി, അവരുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അത് ഞാൻ കൂടുതൽ പറയണില്ല, കാരണം വേറെ ഒരു പരിപാടി ഉണ്ട് അതിൻ്റെ അകത്ത്. മമിതയുടെ എങ്ങനെയുണ്ട്? തമിഴിൽ പോയിട്ട് അടിച്ചു തകർത്തിട്ടുണ്ടോ? മമത വിജയ് കൊള്ളായിരുന്നു. ആക്ടിങ് എങ്ങനെയുണ്ട്? പ്രേമലുവിനെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണോ?
അതന്നെ പ്രേമലൂല് വന്നിട്ട് കുറച്ചുകൂടെ എന്താ പറയുക ആ റോം കോം ഇത് കുറച്ച് എമോഷണൽ സൈഡാണ്. ഇപ്പം പ്രേമലൂല് വന്നിട്ട് നോക്കി കഴിഞ്ഞാൽ അവസാനത്തെ പോർഷനിലാണ് എമോഷൻസ് ഉള്ളത്. ഇതിൽ കുറച്ച് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അത് മമത കൈകാര്യം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ മമത വിജയം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവർക്കത് വലിയ എനിക്ക് തോന്നുന്നില്ല, ഇവർ പഴയതുപോലെ തന്നെ. പ്രദീപ് അങ്ങനെ തന്നെ. സായി അഭ്യങ്കറിന്റെ മ്യൂസിക് കൊള്ളായിരുന്നു, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളായിരുന്നു. സോങ് ഒക്കെ വന്നിട്ട് മറ്റേ ആദ്യത്തെ ഊരും ബ്ലഡ് ആ സോങ് കൊള്ളാം. മറ്റതൊക്കെ കുഴപ്പമില്ല. ഇനി അതെനിക്ക് തോന്നുന്നു ഇനി കേട്ടിട്ട് വരുമ്പോൾ നമുക്ക് ഇതാവുമായിരിക്കും.